പറ്റില്ല. പൊന്നു സാറെ ചതിക്കരുത്. റിലീസിംഗ് ഡേറ്റ് കൊടുത്തുപോയി. സെൻസർ ഇത്രയും ഭാഗം കട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇത് ഉടനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആകെ കുഴഞ്ഞു പോകും. എങ്കിലും വീട്ടിലൊന്ന് വിളിച്ച് പറയാതെ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവരൊക്കെ കൂടി നോക്കിക്കൊള്ളും. സാർ എന്റെ കൂടെ ഒന്ന് വന്നാൽ മതി. കഴിയുന്നത്രയും വേഗം സാറിനെ തിരിച്ചയക്കാം. വരൂ. എന്തൊരു അക്ലിഷ്ടത, വല്ലാത്ത മനപ്രയാസം. ഇന്നലെ കോളേജിലെ പരിപാടിക്ക് പപ്പേട്ടനുണ്ടായിരുന്നു. അവിടുന്ന് എന്നോടൊന്ന് വിളിച്ചു പോലും പറയാതെ പപ്പേട്ടൻ എങ്ങോട്ട് പോയി? ഹലോ, സെക്രട്ടറി മാധവൻ ഹിയർ, പപ്പൂസ് റെസിഡൻസ്. എന്താ പപ്പേട്ടൻ ഷൂട്ടിങ്ങിന് പോയല്ലോ? എവിടെ? ഏർക്കട്ടോ? അത് ശരി. പ്രൊഡ്യൂസറുടെ ആളാ. പപ്പേട്ടൻ ഏർക്കാട് ഷൂട്ടിങ്ങിന് പോയി. വിവരം വിളിച്ചു പറയാൻ തീരെ സമയമില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് അവരുടെ കാര്യം കാണണമെന്ന് അല്ലാതെ എന്തെങ്കിലും വിചാരമുണ്ടോ? അവന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിന് തീർച്ചയായും വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ജോലിയാണല്ലോ ഇപ്പൊ അവന് വലുത്. അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നു. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ ഒരു ഗതികേട്. എന്തൊരാൾക്കൂട്ടമായിരുന്നു. അമ്മേ അമ്മേ അമ്മ എന്താ ഒന്നും ഉണ്ടാത്തത്? ഒന്നുമില്ല. എന്താണ് അമ്മേ ഇവിടെ ഉണ്ടായത്? എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞാലും നിനക്കറിയാം അല്ലേ? ഇവിടുന്ന് പോകുമ്പം നീ എപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയി. സത്യത്തെ ഞാൻ മറന്നുപോയി അമ്മേ. പണവും പ്രതാപവും ഉണ്ടായപ്പോ അച്ഛനാര് അമ്മ ആരാന്ന് നിനക്ക് ഓർമ്മയില്ല അല്ലേ? വർഷത്തിലൊരിക്കൽ മരിച്ചുപോയ നിന്റെ അച്ഛന് ചെയ്യാനുള്ള കടമ ചെയ്യാൻ നിനക്ക് സമയമില്ല. പിന്നെ എന്തിനാടാ ഈ കണ്ട പണവും വീടും അല്ല? എനിക്കിതൊന്നും വേണ്ട. എനിക്കിത് കുടിലും മതി. സംഭവിച്ചത് എന്താണെന്ന് കേൾക്കും അമ്മേ. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നേനെ. ആ നഷ്ടം ഇല്ലാതാക്കാൻ ഞാൻ പോയി ജോലി ചെയ്തു. അങ്ങനെ അച്ഛന്റെ ശ്രാദ്ധ ദിവസവും മറന്നു. നീ കൂടുതൽ പ്രസിദ്ധനാവും തോറും എന്നെ മറന്നു പോകും. അമ്മേ, എന്റെ മോൻ വലിയവനായി. എനിക്കിനി ഒന്നും വേണ്ട. ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. എന്റെ മോന്റെ മടി കിടന്ന് മരിക്കണം. അതിനെങ്ങനെ സാധിക്കും മോനെ? അമ്മ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഞാനും എന്റെ അവസാനത്തെ ആഗ്രഹം പറയാൻ പോവാണ്. എന്താ മോനെ? അമ്മയുടെ കൈകൊണ്ട് എനിക്ക് പഴയ ചോറും തൈരും ഉപ്പുമാങ്ങയും എല്ലാം കുഴച്ച് തരാമോ? തരാം മോനെ. വാ. അമ്മ വാങ്ങി തരുന്ന ഈ ചോറിന്റെ സ്വാദ് വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല. നീ പോടാടുന്നു. ഹാപ്പി ന്യൂസ് ഫോർ യു. ഒരു ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. എന്താ മോനെ? എനിക്ക് ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും നല്ല നടൻ ഞാനാണ്. ഈ പ്രാവശ്യം അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഫംഗ്ഷന് വന്നേ പറ്റൂ. ഞാൻ വരില്ല മോനെ. അതെന്താ അമ്മേ? ഞാൻ വന്നില്ലെങ്കിൽ എന്താ? എന്റെ മനസ്സ് മുഴുവനും അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ആട്ടെ, ഞാൻ പറയുന്നു, ആത്മവിശ്വാസവും ചെയ്യുന്ന തോന്നുന്ന ആത്മഹത്യയും കാണിച്ചാൽ ദൈവം നിന്നോടൊപ്പം എപ്പോഴും കാണുമോനെ. വരുന്നുണ്ട്. മലയാളത്തിന്റെ രോമാഞ്ചമായ പപ്പേട്ടൻ ഇപ്പോൾ കാണുന്നത് മദ്രാസി ആകാശവാണിയിലെ മലയാള വിഭാഗത്തിലെ മാലിന്യ എന്ന സ്ത്രീയാണ്. ഇവർ ഇന്നലെ രാത്രിയിൽ ഇന്നലെ ഇന്റർവ്യൂവിന് ഫോൺ ചെയ്തു. പപ്പേട്ടൻ കാണുന്നത് മദ്രാസ് ആകാശവാണിയിലെ മാലിന്യ. ഇരിക്കൂ. ഇന്റർവ്യൂ വേഗം തീർത്ത് കളയാം. തങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. സാരമില്ല, സമയം നഷ്ടപ്പെടുത്തുന്ന സുന്ദരിയായ ഒരു സ്ത്രീയല്ലേ. ലെറ്റ്സ് പ്രൊസീഡ്. താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സാണ്? മാർക്കാണ്ടേ, എന്നും 16 വയസ്സ്. ഒരുപാട് വർഷം ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത? കാതൽ രഹസ്യമായി പറയാം, മതിയോ? സിനിമാ താരം ആകുന്നതിന് മുമ്പ് എന്ത് ജോലിയിലായിരുന്നു? ഒരു ഹോട്ടൽ സപ്ലയർ. അതിനെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അന്ന് പ്രതിഫലം വാങ്ങിക്കാതെ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ചിരിപ്പിച്ചിരുന്നു. അന്ന് പലതും പറയാൻ പ്രയാസമില്ലായിരുന്നു. ഇന്നാണെങ്കിലും ഈസിയായി പലതും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെന്നോ?
പക്ഷെ അതോർത്ത് ഞാൻ വേദനിക്കാറില്ല. കഷ്ടമെന്ന് പറയുന്ന ഒരു ചെറിയ കല്ല് പോലെയാണ്. അത് നമ്മുടെ കണ്ണിനടുത്ത് പിടിച്ചാൽ ലോകം മുഴുവൻ മറയ്ക്കും. കുറച്ച് അകലെ പിടിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും. ദൂരെ വലിച്ചെറിഞ്ഞാലും അങ്ങനെയൊന്നും ഉണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. പഴയ ജീവിതത്തെ പറ്റി ഇപ്പോൾ ആലോചിക്കാറുണ്ടോ? എപ്പോഴും ആലോചിക്കും. ആ ജീവിതം മറക്കാതിരിക്കാനാണ്. എന്തോ കേട്ടാ, ഇവിടെ തൂക്കിയിരുന്ന സപ്ലൈ ഡ്രസ് ഇവിടെ. ഇത്രയും നല്ല ഓഫീസ് റൂമിൽ അത് തൂക്കിയിടുന്ന വൃത്തികേടാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് അകത്ത് കൊണ്ടിട്ടു. തിരിച്ചു അല്ലെ പപ്പയുടെ വൃത്തികേടിന്റെ അങ്ങേ അച്ഛൻ. ആ ഡ്രസ് എന്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. പണക്കാരനായ എന്റെ അഹങ്കാരം എന്റെ മനസ്സിൽ മാറിക്കിട്ടും. ഈ ഡ്രസ് എന്റെ മനസാക്ഷി പോലെയാണ്. എന്നും നല്ലവനായി ജീവിക്കാമെന്ന് എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഇതെന്നെ സഹായിക്കും. സോറി, അമ്മയെ പറ്റി പറഞ്ഞപ്പോഴാണ്. അമ്മയെ കണ്ടിട്ട് കുറെ നേരമായി. നമുക്കിവിടെ വെച്ച് നിർത്താം. സാറേ, ഒരു ചോദ്യം കൂടി. യെസ്. താങ്കളുടെ വിവാഹം എപ്പോഴാണ് നടക്കുന്നത്? ഉടനെ നടക്കും. And it's going to be a love marriage. And everybody is invited. Thank you very much. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രസിദ്ധ സിനിമാ താരം ശ്രീ പപ്പുവുമായി ആകാശവാണിയുടെ പ്രതിനിധി നടത്തിയ അഭിമുഖ സംഭാഷണം. ആൾ ഇന്ത്യ റേഡിയോ, ചെന്നൈ വാനൊലി നിലയം. കേട്ടില്ലേ? ഇനിയും രഹസ്യം സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് നല്ലതാണോ? അവൻ നിന്നെ കുറിച്ചാ പറഞ്ഞാന്ന് എങ്ങനെ അറിയാം? ഒരുപക്ഷെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കുറിച്ചായിക്കൂടെ? ഇത്രയും നാൾ ഇടപഴകിട്ട് ആ മനുഷ്യനെ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? ഹലോ, പപ്പു സ്പീക്കിംഗ്. ഹലോ രമേശ്, where are you speaking from? ഞാനിവിടെ ഓഫീസിനാ. നിന്റെ വിവാഹം ഉടനെ നടക്കാൻ പോകുന്നു എന്ന് നീ റേഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ. എന്താടാ ഈ കാര്യത്തിൽ നിനക്ക് സംശയമോ? സംശയമൊന്നുമില്ല. ഏതാണ് പെണ്ണ്? പെണ്ണോ? എടാ, പ്രേമിച്ച് പരിചയമില്ലാത്ത നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ? രമേശ്, ഗോപിനാഥൻ മുതലാളിയോട് പെണ്ണ് ചോദിക്കാനുള്ള അന്തസ് ഇപ്പൊ എനിക്കുണ്ടോ? You want to hear something funny? എനിക്കിപ്പോ ഒരു തോന്നൽ, എനിക്ക് നിന്നെക്കാട്ടി കൂടുതൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ ഉടനെ രാധയെ കണ്ട് എന്റെ മനസ്സവളെ അറിയിക്കാൻ പോവുകയാണ്. ഓ, രാധയോട് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിന്നോട് പോലും ഞാൻ പറയില്ല. ഇറ്റ്സ് ടോപ്പ് സീക്രട്ട്. പറഞ്ഞില്ലെങ്കിലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ? കുമ്പ അറിയും. പോടാ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവല്ലേ? എന്നെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യേ. കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ എന്താ ഇത്ര താമസം? കൺഗ്രാജുലേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നടക്കാനുള്ളത് നടക്കില്ലേ മതി. നടക്കുമോ? താങ്ക് യു. അപ്പൊ ഞാൻ വെക്കട്ടെ. ശരി, ബൈ. രമേശ്, ഇത്രയും നാളും അവനിൽ നിന്ന് ഈ രഹസ്യം മറച്ചു വെച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. അവനിപ്പോ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം അത്ര. അയ്യോ, അതിനു മുമ്പ് രമേശ് തന്നെ മനുവിനോട് സത്യം തുറന്നു പറഞ്ഞേക്കൂ. ഞാനോ? അതെ, അന്ന് ഞാൻ പറയാൻ പോയപ്പോ രമേശല്ലേ തടസ്സം പറഞ്ഞത്. ഉടനെ ചെന്ന് പറഞ്ഞേക്കൂ. രാധയെ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താണ്? മനുവിന് പണമുണ്ട്, പദവിയുണ്ട്. അതുകൊണ്ട് നീ അവനെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പെണ്ണിന് ഒരാളെ മാത്രമേ ജീവിതത്തിൽ സ്നേഹിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണം രമേശിനറിയാൻ, അല്ലേ? അവന്റെ മനസ്സിൽ ഈ ആഗ്രഹത്തിന്റെ വിത്തിട്ടത് ഞാനാ. ഞാൻ തന്നെ വെള്ളം ഒഴിച്ച് വളർത്തിയത്. ഇനിയിപ്പോ അവന് വേണ്ടി നീ ചിലതൊക്കെ സഹിച്ചേ പറ്റൂ.
രമേശിന്റെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ധ്യാനം ചെയ്യാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ നിർബന്ധിക്കാൻ എനിക്ക് എന്താ അവകാശമുള്ളൂ? അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നോട് മരിക്കാൻ പറയൂ, ഞാൻ സന്തോഷത്തോടെ മരിക്കാം. അവൻ എന്റെ അടുത്ത് വന്ന് നിന്നെ വിട്ടുകൊടുക്കണമെന്ന് കരഞ്ഞോണ്ട് പറഞ്ഞാൽ